തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ അവസാന ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനി അവശേഷിക്കുന്ന വെറും 12 മിനിറ്റുകൾ മാത്രം. പരസ്യ പ്രചരണം അവസാനിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. നമുക്ക് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി പോവാം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ നിൽക്കുന്നത് പച്ചാളത്തിന് സമീപമാണോ? അനിഷ്ട സംഭവങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പ്രവർത്തകരിങ്ങനെ ആവേശത്തിൽ തമ്പടിക്കുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക വലിയ വെല്ലുവിളിയാണ്. അവസാന ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഞങ്ങളെ ആ രീതിയിലാണ് സ്വീകരിച്ചു പോന്നിരിക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഇതേ ഡിവിഷനിൽ പ്രതിനിധീകരിച്ച് കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കാലത്ത് BMBBC നിലവാരത്തിൽ പണിത റോഡിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുപോലെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാ ജനങ്ങൾക്കും എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവരുടെ വോട്ടുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങൾ ജയിക്കും. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുമുള്ളത്. അല്പം മുൻപ് അദ്ദേഹം ഇവിടെ നമ്മളോട് സംസാരിച്ചതാണ്. പി ഹാരിസ് അദ്ദേഹം ഈ ഡിവിഷനിലെ സ്ഥാനാർത്ഥി തന്നെയാണ്. നേരത്തെ തന്നെ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു മുന്നണികളും ഉള്ളത് എന്നുള്ളത്. ഉറപ്പായിട്ടും LDF ജയിക്കും. തുടർ ഭരണം എന്തായാലും ഉണ്ടാവും. എന്തായാലും വിജയം ഉറപ്പാണ്. LDF തുടർഭരണം തന്നെയാണ് സജിത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇതിന് പിന്നിലായിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥികളുള്ളത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. നമുക്ക് അവിടേക്ക് എത്താൻ നോക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നിലവിലുള്ളത് ഈ പറയുന്ന പൊറ്റക്കുഴി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കറുകപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കറുകപ്പള്ളിയില് ഒരു ജംഗ്ഷനിലാണ് ഇത് അവസാനിക്കുന്നത്. ആൾക്കൂട്ടമൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. നാളെ നിശബ്ദ പ്രചരണമാണ്. ഒരു ദിവസം കൂടിയാണ് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിന്റെ ഭാഗമായി ഒരു ദിവസം കൂടിയാണ് ഇവർക്ക് ബാക്കിയുള്ളത്. എന്തായാലും പരസ്യ പ്രചാരണം ഇപ്പോൾ 6 മണിയോടുകൂടി, 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, 6 മണിയോടുകൂടി അവസാനിക്കും. സജിത്ത്, പരസ്യപ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. ഇനി അവശേഷിക്കുന്നത് 7 മിനിറ്റുകൾ, 6 മിനിറ്റുകൾ മാത്രമാണ്. ഈ മിനിറ്റുകളിലും അവസാന മിനിറ്റുകളിലും വോട്ടുറപ്പിക്കാനുള്ള തിരക്കുകളാണ്. ശ്രദ്ധിക്കുക പ്രേക്ഷകർ, 7 ജില്ലകളാണ് പോളിംഗ് ബൂത്തിലേക്ക് നാളെ കഴിഞ്ഞെത്താൻ പോകുന്നത്. തിരുവനന്തപുരം,
കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ. 7 ജില്ലകളും വ്യത്യസ്തമായ ഭൂവിഭാഗങ്ങളും വ്യത്യസ്തമായ രാഷ്ട്രീയവുമുള്ള ജില്ലകളാണ്. ആ ജില്ലകൾ പറയാൻ പോകുന്ന രാഷ്ട്രീയവും നിർണായകമാണ്. തെക്കൻ ജില്ലകളെന്ന് എല്ലാ അർത്ഥത്തിലും അവകാശപ്പെടാവുന്ന തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും പൊതുവായ ചില രാഷ്ട്രീയമുണ്ട്. അതേസമയം പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും ഒക്കെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യേകതകളുണ്ട്. ആലപ്പുഴയും എറണാകുളവും അങ്ങനെ ഉൾപ്പെടുന്ന മധ്യകേരളത്തിൻ്റെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സുപ്രധാനമായ ഇടത്താണ് 7 ജില്ലകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശബരിമല വിഷയം ഒരുപക്ഷെ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ആദ്യഘട്ടത്തെ ജില്ലകൾ കൂടിയാണ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജന്മസ്ഥലം ഉൾപ്പെടുന്ന ആ രാഷ്ട്രീയമൊക്കെ പ്രതിഫലിക്കാൻ ഏറെ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ സംസ്ഥാനം പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിനും അപ്പുറം ജനങ്ങളെ സ്വാധീനിക്കുക അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ അല്ലേ എന്ന സാധാരണ ചോദ്യമുണ്ട്. അതുതന്നെയാണ് പലരും പങ്കുവയ്ക്കുന്ന അഭിപ്രായവും. തങ്ങളെ ബാധിക്കുന്ന നേരിട്ടുള്ള വിഷയങ്ങൾ, പട്ടിണി കിടക്കാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം, തങ്ങളുടെ റോഡിൻ്റെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ പാലത്തിൻ്റെ പ്രശ്നങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, കുടിവെള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ അഭിമുഖീകരിക്കേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. 5 വർഷം മുമ്പ് ജനങ്ങളെ കാണാനെത്തിയപ്പോൾ നൽകിയ ഉറപ്പുകൾ നിങ്ങൾ എത്ര കണ്ട് പാലിച്ചു എന്ന തിരിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഇത്തവണ പോകാനാകൂ എന്ന ചോദ്യം. ജനങ്ങളെ ഒപ്പം നിർത്താൻ മറ്റു ചില ഉറപ്പുകൾ കൂടി അവർക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ നിരവധി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. നാളെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഇത് അവസാനിക്കാൻ പോവുകയാണ്. പരസ്യ പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച സമയം അവസാനിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്ത കാഴ്ചകൾ കണ്ട തെരഞ്ഞെടുപ്പ് രംഗം ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക് വഴിമാറുകയാണ്. AI അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിലടക്കം പ്രചരണ രീതികൾ കൊഴിപ്പിച്ച ആളുകൾ ഇതാ വ്യത്യസ്ത കാഴ്ചകളിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ആദ്യഘട്ട പരസ്യ പ്രചരണത്തിൻ്റെ സമയം ഇതാ അവസാനിക്കുകയാണ്. സമയം ഇനി വെറും 3 മിനിറ്റുകൾ മാത്രം. അതോടുകൂടി നിശബ്ദ പ്രചരണത്തിന് വഴി മാറിയേ മതിയാകൂ. അങ്ങനെയാണ് തീരുമാനം. അത് നാളെ നിശബ്ദ പ്രചരണമാണ്. പൂർണ്ണമായും സ്ഥാനാർത്ഥികൾ അവസാനവട്ടം ഒന്നുകൂടി ആളുകളെ കാണാനും നിശബ്ദമായി വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലും അതിനുള്ള സമയം ചെലവഴിച്ചുമാണ് കടന്നു പോകുന്നത്. മറ്റിടങ്ങളിലൊക്കെ പ്രചരണങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എന്തായാലും അനിഷ്ട സംഭവങ്ങൾ, അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെയും ഒരിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രവർത്തകരെല്ലാവരും ആവേശത്തിലാണ്. തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നണികൾ കളം നിറയുമ്പോൾ അവർക്കിടയിൽ രാഷ്ട്രീയപരമായ വേർതിരിവുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങുകയാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി ചുമതലയേൽക്കാൻ പോവുകയാണ്. ചുമതല ഏറ്റെടുത്ത ശേഷം രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. ആ തരത്തിൽ നിലപാടെടുക്കേണ്ടവരാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിലപാടെടുക്കേണ്ടതാണ്. എന്തായാലും അവരെല്ലാവരും ഒന്നിക്കുകയാണ്. അങ്ങനെ സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. അവിടെ പ്രചരണം അവസാന മിനിറ്റിലേക്ക് കടന്നു കഴിഞ്ഞു. 57 ഇതാ അവസാനിക്കാൻ പോവുകയാണ്. പരസ്യ പ്രചരണം അതിൻ്റെ അവസാന മിനിറ്റുകളിലൂടെ കടന്നു പോവുകയാണ്. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിക്കുന്നു.
അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചു. എല്ലായിടത്തും ആ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. ഇനി ശബ്ദം മുടക്കിയുള്ള പ്രചരണം പാടില്ല. ഇനി ഒരു ദിവസം